ഹലോ ഗൈസ്, എല്ലാവർക്കും ഐടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റെഡ്മി 8ൻ്റെ ഒരു അൺബോക്സിംഗ് പ്ലസ് ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് ഒരു മോണ്ടാജ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഓവർവ്യൂ സെക്ഷനാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഓവർവ്യൂ സെക്ഷനാണ്. ഓക്കെ, പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 5 ഉണ്ട്, ബാക്കിലും ഫ്രണ്ടിലും പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് ബോക്സിൽ ഒരു കേസ് തന്നിട്ടുണ്ട്, ഒരു ക്ലിയർ കേസ്. ആ ഒരു കേസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അതെ ഇതുപോലെ ആയിരിക്കും. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ 6.22 ഇഞ്ചിൻ്റെ ഒരു HD+ റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലൊരു ടിയർ ഡ്രോപ്പ് നോച്ച് കാണാം. ആ നോച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും ബാക്കിൽ നമുക്ക് 12+2 മെഗാ പിക്സലിൻ്റെ ക്യാമറയും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിനെ പറ്റി, അല്ലെങ്കിൽ ഇതിൽ വയർലെസ് റേഡിയോ സപ്പോർട്ടറാണ്. അതായത് നിങ്ങൾക്ക് ഇനി റേഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺസ് ഊത്തേണ്ട ആവശ്യമില്ല, ഹെഡ്ഫോൺസ് ഊത്താതെ തന്നെ നിങ്ങൾക്ക് റേഡിയോ ഒക്കെ കേൾക്കാം. അങ്ങനെയുള്ളൊരു ഫീച്ചർ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറായിട്ട് വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 436 പ്രോസസ്സറാണ്. എനിക്കറിയാം Redmi 7 ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല പ്രോസസ്സറുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് തരുന്ന ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നും തോന്നാനുള്ള സാധ്യതയില്ല. അതായത് നമ്മൾ PUBG കളിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ഫയർ കളിച്ചു. ഫ്രീ ഫയർ കളിച്ച സമയത്ത് അൾട്രയിലിട്ട് കളിക്കുമ്പോൾ ചെറിയ ചെറിയ ലാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സെറ്റിങ്സിൽ ഭയങ്കര സ്മൂത്തായിട്ടായിരുന്നു നമുക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡേ ടു ഡേ ടാസ്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തായാൽ കൂടി ഭയങ്കര ഫ്ലൂയിഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കിലൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്കൊരു AI ഫേസ് അൺലോക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ രണ്ട് ബയോമെട്രിക് ഓപ്ഷൻസും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ യൂസ് ചെയ്യാനാണ്. പിന്നെ മുകളിൽ നിങ്ങൾക്ക് ഒരു IR ബ്ലാസ്റ്ററും താഴെ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്കും അതേപോലെ തന്നെ സ്പീക്കർ യൂണിറ്റും പിന്നെ നടുവിൽ Type-Cയുടെ ചാർജിങ് പോർട്ടും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കിതിൽ 5000 mAh ബാറ്ററി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല 70 വാട്ട്സ് വരെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ 70 വാട്ട്സ് എല്ലാം തോന്നുന്നു ബോക്സിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയായിരിക്കും. കാരണം ക്യാമറ എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ക്യാമറ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ക്യാമറ ഇപ്പോൾ തുറക്കുന്ന സമയത്ത് മുകളിൽ നമുക്ക് HDRൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ ഗൂഗിൾ ലെൻസിൻ്റെ ഓപ്ഷനൊക്കെ കാണാം. പിന്നെ താഴെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ എടുക്കാനുള്ള അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ, ബേസിക് ഓപ്ഷൻസൊക്കെ താഴെ നിങ്ങൾക്ക് കാണാം. പിന്നെ പ്രോ ഓപ്ഷനുണ്ട്, അതായത് നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എല്ലാ സെറ്റിങ്സും മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു പ്രോ സെറ്റിങ്സും കൂടി അല്ലെങ്കിൽ പ്രോ ഓപ്ഷനും കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം സാറ്റിസ്ഫൈഡ് അല്ല നമുക്ക് ഈ ഒരു ക്യാമറയിൽ അധികം ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ ക്യാമറ എടുക്കുന്ന ഫോട്ടോസൊന്നും അധികം കളേഴ്സൊന്നും ഇല്ലാത്തതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഞാൻ ഇതിൽ നിന്നെടുത്ത ഒരു വീഡിയോ ഉണ്ട്, ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ പെർഫോമൻസും അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക മൈക്ക് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അധികം ക്യാമറ ടെസ്റ്റ് ചെയ്യാനുള്ള അധികം സമയമൊന്നും നമുക്ക് കിട്ടിയില്ല. കാരണം വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാമറയെ അധികം നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല, സോറി ഫോർ ദാറ്റ്. പക്ഷേ ടെസ്റ്റ് ചെയ്തെടുത്തോളം നമുക്ക് മനസ്സിലായത് ക്യാമറ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് ആണെന്ന് തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതിൽ വീഡിയോ എടുത്തുകൊണ്ടൊക്കെയാണ് 1080p നമ്മൾ 30 FPS നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മൈക്കും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മൈക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് പറയാൻ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബൈ ദ വേ അത് പറയുന്നതിന് മുമ്പ്, ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാനുള്ള ലിങ്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്താണ് ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കാണാം. ബൈ.